പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 12-ാം തീയതി പരിശുദ്ധ കന്യകയുടെ ദൈവത്തിരുമനസ്സിനോടുള്ള വിധേയത്വം. ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ സമീപിച്ചുകൊണ്ട് ദൈവികമായ ദൗത്യം അവളെ അറിയിച്ചു. പരിശുദ്ധ കന്യക ദൈവത്തോട് കന്യാത്വം നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ദൈവിക ദൗത്യവാഹകൻ അവളെ സമീപിച്ച്, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ. അവൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ വാക്കുമൂലം കലങ്ങി. ഈ സ്വസ്തി എന്താകുന്നു എന്നവൾ വിചാരിച്ചിരുന്നു. മറിയം ദൂതനോട്, ഞാൻ പുരുഷനറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ദൂതൻ ഉത്തരമായി പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന് ഒരു കാര്യവും പ്രയാസമുള്ളതല്ലോ. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. മേരി എത്രമാത്രം ദൈവത്തിൻ്റെ മനസ്സിന് വിധേയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൾ ലോകപരിത്രാതാവിനോടൊപ്പം അനേകം യാതനകൾ അനുഭവിക്കേണ്ടതായി വരുമെന്നറിഞ്ഞിട്ടും അങ്ങേ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ സന്നദ്ധയായി. ഈജിപ്തിലേക്കുള്ള പ്രവാസവും പ്രത്യാഗമനവും നസ്രത്തിലെ വിനീതമായ ജീവിതവും ദാരിദ്ര്യ ക്ലേശങ്ങളുമെല്ലാം അനുഭവിക്കുവാൻ അവൾക്ക് ഒരുക്കമായിരുന്നു. മിശിഹായുടെ പരസ്യ ജീവിതത്തിലും പീഡാസഹനത്തിലും കാൽവരിയിലും അവൾ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടാകണം. ഒരിക്കൽ ഈശോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദിവ്യജനനിയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവിടത്തോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരു മനുഷ്യൻ ചെന്ന് ഈശോയോട്, ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു, നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് തന്നോട് പറഞ്ഞവനോട്, എൻ്റെ അമ്മ ആരാകുന്നു, എൻ്റെ സഹോദരന്മാരും ആരാകുന്നു എന്ന് ചോദിച്ചു. പിന്നെ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ നീട്ടി അരുളി ചെയ്തു, ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ സഹോദരന്മാർ. സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം സാധിക്കുന്നവനാരോ അവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെ അമ്മയും. വിശുദ്ധ മത്തായി 12-ാം അധ്യായം 48 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധ കന്യകയുടെ മഹത്വത്തിനുള്ള യഥാർത്ഥമായ കാരണം അവളുടെ ദൈവത്തിരുമനസ്സിനോടുള്ള വിധേയത്വമാണെന്ന് മിശിഹ ഇവിടെ വ്യക്തമാക്കുന്നു. കൂടാതെ നാം ഓരോരുത്തരും ദൈവത്തിരുമനസ്സ് നിവർത്തിക്കുമ്പോൾ ഈശോയുമായി നമുക്ക് ഒരു നവ്യബന്ധം ഉളവാകുന്നു എന്നുള്ള വസ്തുതയും പ്രഖ്യാപിക്കുകയാണ്. കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, പ്രത്യുത സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാണ് എന്ന് ഗിരിപ്രഭാഷണത്തിൽ അവിടെ അരുളി ചെയ്തു. ദൈവത്തിരുമനസ്സിനുള്ള വിധേയത്വമാണ് ക്രിസ്തീയ ജീവിതസാരം. മിശിഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ജീവിതത്തിൽ അത് വളരെ പ്രകടമായിരുന്നു. അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധ കന്യകയെ ദൈവദൂതൻ സമീപിച്ച് ദൈവഹിതം അറിയിച്ചതുപോലെ നമ്മയും അറിയിക്കുന്നുണ്ട്. ദൈവപ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ, ജീവിത ചുമതലകൾ, അന്ധകരണ പ്രചോദനങ്ങൾ എന്നിവയിലൂടെ അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് കൂടുതൽ ഉത്തമമായി ദൈവസ്നേഹവും സഹോദര സ്നേഹവും നിർവഹിക്കുവാൻ കഴിയും. ഇനി നമുക്കൊരു സംഭവം കേൾക്കാം. ജോൺ ഹോക്സൻഹാം എന്ന പണ്ഡിതൻ ലൂർദിലെ പുണ്യതീർത്ഥത്തിൽ നടക്കുന്ന രോഗശമനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്. ഇതെഴുതുന്ന ഞാൻ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗമായ ഫ്രീ ചർച്ചുകാരനാണ്. റോമൻ കത്തോലിക്കരായി എനിക്ക് അനേകം മിത്രങ്ങളുണ്ടെങ്കിലും അവരിൽ പലരും അവരവരുടെ മതം വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുന്നുണ്ടെന്ന ആത്മനിന്ദാബോധത്തോടുകൂടി ജീവിക്കുന്നു. കത്തോലിക്ക സഭയോട് എനിക്ക് യാതൊരു പ്രതിപത്തിയുമില്ല. ലൂർദിലെ ഈ അത്ഭുതങ്ങൾ സംബന്ധിച്ച് ഞാൻ യഥാർത്ഥമായി അറിഞ്ഞില്ല എന്നതുതന്നെ. എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവയെല്ലാം കാണുകയും ഹൃദയത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞതോടുകൂടി ആശ്ചര്യവാഹകവും അപ്രതിഹതവുമായ അസംഭവങ്ങളെക്കുറിച്ച് അവയുടെ അർത്ഥത്തെയും അഭിമുഖീകരിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. ലൂർദിലെ രോഗശമനങ്ങൾക്ക് വലിയ സർജന്മാരും ഭിക്ഷുഗുരന്മാരും സാക്ഷ്യം നൽകിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൂർദിൽ ദൈവത്തിൻ്റെ നന്മയുടെ നിർവാജ്യമായ ആവിഷ്കരണം നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ ആവശ്യമാണ്. ജോൺ ഹോക്സൻഹാം, ദ വണ്ടർ ഓഫ് ലൂർദ്സ്.